ചോറുണ്ണാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി ശരിക്കും. വേറെ കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. വളരെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് അത് ഏകദേശം 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഉള്ളിയും ഇഞ്ചിയും ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എരിവിന് പാകത്തിന് മാത്രം ചേർത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വറ്റൽമുളക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ചെറിയ ഉള്ളിയുടെ കൂടെ ചേർത്തിട്ട് തന്നെയാണ് നന്നായിട്ട് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ഉണ്ട വാളംപുളി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറ്റിയെടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. നമ്മളിവിടെ പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ചില പപ്പടത്തിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ടാവാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.